ഹലോ പിള്ളേരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ 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 സീക്രട്ട് ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറയും, അപ്പോൾ ഫുൾ വീഡിയോ കാണാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വാട്സപ്പിലൊരു ഫീച്ചർ ഉണ്ട്, വൺ ടൈം വ്യൂ. അതായത് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഒരു ക്രിമിനേഡി എന്താണെന്ന് വെച്ചാൽ, ക്രിമിനേഡി ഒടിച്ചവന്മാർ ഇതിനെ സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒരു വളരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഉമ്മ കൊടുക്കുകയാണ്, അയച്ചു കൊടുത്തു, വൺ ടൈമാണ് കൊടുത്തത്, അതിനെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. അത് തെറ്റല്ലേ? നമ്മൾ വൺ ടൈം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനെ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുന്നത് അത് ശരിയല്ല. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ബിരുദന്മാർക്കും ബിരുദികൾക്കും പണി കിട്ടി തുടങ്ങി. ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റൂല വൺ ടൈം അയക്കുന്ന ഫോട്ടോസിന്. അടുത്ത ട്രിക്കിലേക്ക് പോവാം, അടുത്ത അപ്ഡേറ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് ഓൺലൈൻ എന്ന് കാണിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു തരട്ടെ. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ജസ്റ്റ് നിങ്ങളുടെ ഫോണൊന്ന് എടുക്കുക, ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വിളിക്കുക. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വിളിച്ചതിന് ശേഷം ഗൂഗിൾ അസിസ്റ്റൻ്റ് അടുത്ത് പക്കയായിട്ട് വളരെ നല്ല ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളമാണ് നിങ്ങൾ ലാംഗ്വേജ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുക, മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ സെൻഡ് എ വാട്സപ്പ് മെസ്സേജ് ടു ഇന്ന പേഴ്സൺ. അപ്പോഴത്തേക്കും ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ചോദിക്കും ഇത് ശരിയാണോ, നമുക്ക് അയച്ചാലോ? അപ്പോൾ പറഞ്ഞു കൊടുക്കുക, അയച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഒന്ന് കാണിക്കാണ്ട് തന്നെ പലതിനും റിപ്ലൈ കൊടുക്കാൻ പറ്റും. വേറൊരു ട്രിക്കും കൂടിയുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വായിക്കാൻ പറ്റും. ജസ്റ്റ് എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി, എല്ലാം കൃത്യമായിട്ട് വായിച്ച് തരുന്നതായിരിക്കും ഓൺലൈൻ കാണിക്കാതെ. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അകത്തൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ്, ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റില്ലല്ലോ. അവർ തന്നെ ഇട്ടിട്ടുള്ള അവരുടെ പേരുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കൂട്ടടിയും ബഹളവും ചീത്തവിളിയൊക്കെ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് അവരുടെ പ്രൊഫൈൽ പിക്ചറും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചില ബീറ്റ ടെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഭാഗ്യം കൂടിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിലല്ല കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. 10 ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കാം. അതായത് 10 ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. ഇനി ഒരുത്തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ലെഫ്റ്റ് ആയെന്ന് വെച്ചോ, അവന് കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് ബാക്കിയുള്ള ഗ്രൂപ്പുകളിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് കാണാനൊക്കെ പറ്റും. മനസ്സിലായോ? അപ്പോൾ അവൻ ഈ കമ്മ്യൂണിറ്റിയും വിട്ടാൽ മാത്രമേ അവനൊന്നും കാണാൻ പറ്റാതിരിക്കുള്ളൂ. അപ്പോൾ ഒരു 10 ഗ്രൂപ്പുകളെ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആക്കാനായിട്ട് പറ്റും. അടിപൊളി ഫീച്ചറാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗോംസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാടെ, നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് വല്ല ഇടങ്ങേറ് മെസ്സേജും പോയിട്ട് അതിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ ആണ് കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ഡിലീറ്റ് ഓൺലി ഫോർ മീ കൊടുത്തുപോയി. അതിനെ നിങ്ങൾക്ക് അൺഡു ബട്ടൺ വന്നിട്ടുണ്ട്. അതായത് അൺഡു അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ മെസ്സേജ് അവിടെ വരും. അതിനെ നിങ്ങൾക്ക് വീണ്ടും ഡിലീറ്റ് ഫോർ എവരി വൺ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണിത്. ഇത് പല iOS യൂസേഴ്സിനും കിട്ടിയിട്ടുള്ളവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പാലിക്കായിരിക്കും, വന്നിരിക്കുന്ന ടെക് യൂട്യൂബറാണത്തെ ടെക് യൂട്യൂബർ, അവൻ ഒരു ഫീച്ചറും വന്നിട്ടില്ല, നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണെന്ന് അവസ്ഥ. വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് വെബിൻ്റെ അകത്തും ഓൺലൈൻ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു നിങ്ങൾ വാട്സപ്പ് വെബ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വാട്സപ്പ് വെബിൻ്റെ അകത്തും നിങ്ങൾ ഓൺലൈൻ ആണോ അല്ലേ എന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. കാര്യം ചില മനുഷ്യരുണ്ട്, ഓൺലൈനായിട്ട് നീ എനിക്ക് മെസ്സേജിന് റിപ്ലൈ അറിഞ്ഞില്ല, ഡാ നീ എന്നെ ചീറ്റ് ചെയ്യണോ, ഡാ നീ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലേടാ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങേറിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണ് ഫീച്ചർ എന്നുള്ളത് പറയുക. ആൻഡ് എൻ്റെ വീഡിയോ കാണുന്ന 80% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും.